ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഗൃഹനാഥനെ താമസ സ്ഥലത്തു നിന്ന് ഏറെ അകലെയല്ലാതെ ഉള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൗത്രശ്വരം ഇടവട്ടം ഹരിവിലാസത്തിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കരിക്കോട് വാവറ വീട്ടിൽ പരേതനായ ഗോപിനാഥൻ പിള്ളയുടെയും രാധാമണിയുടെയും മകൻ ജി മണിയെയാണ് കൈതക്കോട്ടെ സ്വകാര്യ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. വിവാഹബന്ധമൊഴിഞ്ഞ മണി കുറച്ചുനാളായി ഒറ്റയ്ക്കാണ് താമസം. കഴിഞ്ഞ മാസം 25 മുതലാണ് കാണാതായത്. ജ്യേഷ്ഠൻ രഘുനാഥൻ പിള്ളയുടെ പരാതിയിൽ എഴുകോൺ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. കാണാതാകുമ്പോൾ വീട് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് വീട് തുറന്നു നോക്കിയപ്പോൾ ഫോണും കണ്ണടയും ചെരുപ്പും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവയല്ലാതെ സാധാരണ പുറത്തു പോകാത്ത മണിയുടെ പെട്ടെന്നുള്ള തിരോധാനം അന്നേ സംശയത്തിന് ഇടയാക്കിയിരുന്നു. മരണത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചിട്ടുണ്ട്. മണി ചിലർക്കു കടമായി തുകകൾ നൽകിയിട്ടുണ്ട്. ഇത്തരം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചിലരെ ചോദ്യം ചെയ്തിരുന്നു. ചില സംശയങ്ങളുടെ പേരിൽ കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്തെ പാറക്കുളങ്ങളിലും മറ്റും അഗ്നിരക്ഷാ സേനയുടെ കൊല്ലം സ്കൂബ ടീം പരിശോധന നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 ആണ് കിണറ്റിൽ മൃതദേഹം കിടന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് മണിയാണെന്ന് ബോധ്യപ്പെട്ടത്. സംസ്കാരം ഇന്ന് കരിക്കോട്ടെ കുടുംബ വീട്ടിൽ നടന്നു. സംഭവത്തിൽ പഴുതടച്ച അന്വേഷണം നടക്കുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കൂടുതൽ വ്യക്തത കൈവരുമെന്നും എഴുകോൺ പോലീസ് പറഞ്ഞു. എടുത്തിട്ട് ബാക്കി പണിയില്ല നമ്മുടെ അവർക്ക് എടുത്തു വരുന്ന പണി മാത്രമേ ഉള്ളൂ. ഈ വാടക 58 വയസ്സുണ്ട്. അയാൾ വിവാഹിതനല്ലേ? 2 മക്കളുണ്ട്. അവരൊക്കെ എവിടെ? കടയായിട്ട്. ഇദ്ദേഹത്തെ കാണാതെ പോയിട്ട് കുറേ ദിവസമായല്ലോ. 18 ദിവസമായി. ഇത് ഒറ്റയ്ക്കായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്? വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നലെ പിന്നെ പാറക്കുളത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിനിടയിൽ ആരത് കണ്ടത്? കണ്ടായിരുന്നു. നല്ല പരിചയമില്ല. പക്ഷേ ആ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ആ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ മുൻ മെമ്പറാണ് ഞാൻ ഇവിടുത്തെ എക്സ് മെമ്പറാണ്. പേരെന്താ? എൻ്റെ ശാന്താകൃഷ്ണൻ. അപ്പോൾ അന്നേരം ഞാൻ അതിലേക്ക് ആ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് പരിചയമില്ലായിരുന്നു. കക്ഷി ഗൾഫിലായിരുന്നു പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പോൾ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഒരു മെമ്പർ ആയതുകൊണ്ടായിരിക്കും ഞാനത് അന്വേഷിക്കും. ഈ വ്യക്തി ഏതാ പരിചയമില്ലാത്ത ആര് പോയാലും ഞാനത് അന്വേഷിക്കും. പല പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചു ഈ വ്യക്തി ഏതാന്നേരം പറഞ്ഞു ഇന്നടുത്ത് പരിക്കല താമസം ഇവിടെ ഒന്ന് താമസിക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്നല്ലോ. പക്ഷെ മാരീഡല്ലേ? മാരീഡാണ്. അപ്പം ബന്ധുവിഴുന്നാ കേൾക്കുന്നത്. എന്തെങ്കിലും ദുരൂഹത നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷേ സാക്ഷി അറിയാവുന്ന അത്രയും നമുക്ക് പരിചയമില്ലല്ലോ. സാക്ഷിയായിട്ട് അടുപ്പൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അത്രയും അല്ലെ 16 ദിവസമായിട്ട് അല്ല 18 ദിവസമായെന്ന് പറയുന്നത്. ഈ 18 ദിവസം കൊണ്ട് ഇവിടെ മൊത്തവും രീതിയിലാണ് കാണാതെ പോയത്. മാസം 24-ാം തീയതിയായിരുന്നു ഇവിടെ ഒരു നായർ മഹാസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പോയിട്ട് വന്നതിന് ശേഷം അറിയുന്ന ഇങ്ങനെ എന്നാരെ കാണാൻ വയ്യ, മണിയും പിള്ളയെ കാണാനില്ല കാണാനില്ല എന്നിങ്ങനെ പറയുന്നത്. പിന്നെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇവിടെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പാറക്കുളത്തിലൊക്കെ അന്വേഷിച്ചായിരുന്നു. മറ്റേ സാധാരണ വലിയ പാറക്കുളത്തിലാണ് എല്ലാവരും ചാടിയൊക്കെ ചെയ്യുന്നത്. അത് അവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്. അപകടങ്ങളും നടന്നിട്ടുണ്ട്. അതിന് ശേഷം കൈവിധിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ പാറക്കുളത്തിൽ ഇപ്പോഴാണ് വന്നത് കരയുന്നത്. ഇന്ന് പിന്നെ രാവിലെ തൊട്ട് മറ്റേ അപ്പുറത്തെ വലിയ ബന്ധുക്കാരൊക്കെ പറയുന്നത് അങ്ങനെ അദ്ദേഹം ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് വന്നിട്ടുള്ളത്.
സാഹചര്യം പറയുന്നത് എനിക്ക് വ്യക്തമായൊന്നും അറിയത്തില്ല. മണിയമ്പിള്ളി അറിയോ? ഇവിടെ നാട്ടുകാരനല്ലേ? ഇവിടെ ഇവിടെ താമസമായിട്ട് വാടകയ്ക്ക് ഭാര്യയായിട്ട് പിണങ്ങി നിൽക്കുക. ഡിവോഴ്സ് ആയതാ. ഇപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസമായി കാണാതെ പോയിട്ടുണ്ട് അല്ലേ? മെസ്സേജൊക്കെ 18 ദിവസമാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ? അറിയോ? മറ്റ് അതൊന്നുമില്ല. ഇതിവിടെ ഉണ്ട് എന്ന് എങ്ങനെയാണ് അറിഞ്ഞു? ഇന്ന് ക്യൂബ ടീം പാറക്കുളത്തിൽ 2 പാറക്കുളമുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് അവരുടെ അന്വേഷണം ഉണ്ടായിരുന്നു. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊക്കെ അന്വേഷണം കഴിഞ്ഞ് പോയി. അപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ ഇവിടെ ഒരു നേരത്തെ നോക്കിയിരുന്നൊന്നും കാണാനില്ല. ഇപ്പം വന്ന് നോക്കിയപ്പോൾ ഒരു സംശയം തോന്നി. വീണ്ടും സ്കൂബ ടീമിനെ വിളിപ്പിച്ചു. അങ്ങനെയാണ് കാണുന്നത്. ഇതാരാദ്യം കണ്ടേന്നറിയാം? ആദ്യം കണ്ടത് ഈ രാധാകൃഷ്ണൻ രാധാകൃഷ്ണനാണ് ഇവിടുത്തെ. ഏഷ്യാനെറ്റ് ഇവിടെ വന്നു, താഴെ വന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. മറ്റേ ഇവിടെ സഹോദരനുണ്ടല്ലോ മണികണ്ഠൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ മണികണ്ഠനോട് പറയില്ല, നമുക്ക് ഈ കിണറൊന്ന് നോക്കാം. മണികണ്ഠൻ എന്ന് പറയുമ്പോൾ ഈ മണിയമ്പിള്ളയുടെ കൊച്ചച്ഛൻ്റെ മകൻ കേട്ടോ. അങ്ങനെ ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവജിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. മണികണ്ഠൻ ചെരുപ്പിട്ടുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞു പോയി. പക്ഷേ ഇപ്പോഴത്തെ ശിവജി നമ്മുടെ ശ്രീകുമാർ ഇവരിവിടെ വന്നു. ഞാൻ ചെരുപ്പിട്ട് ഞാൻ വീട്ടിലോട്ട് ചെരുപ്പിടാനായിട്ട് കയറിയപ്പോൾ അവരുടെ കാട് പിടിച്ച് കിടക്കില്ല ഉള്ളൊക്കെ. അങ്ങനെ അവർ ഞാൻ നോക്കുന്നതിന് മുമ്പേ അവരൊക്കെ നോക്കി. ശിവജി കുമാറൂടെ അവരുണ്ടോ ആദ്യമേ കാണുന്നത്. പിന്നെ ഞങ്ങൾ പോയി നോക്കി കേട്ടോ. അവർ നോക്കിയപ്പോൾ ചില ബോഡി കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ പിന്നെ സ്കൂബ ടീം ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അല്ല, അവർ പോയായിരുന്നു. പോയിട്ട് പിന്നെ വിളിപ്പിച്ചാൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് വിളിപ്പിച്ചു. കുറേ ദിവസം കൊണ്ട് ഇയാൾ മിസ്സിങ് ആയിരുന്നല്ലോ. 24-ാം തീയതി ശനിയാഴ്ച. അവിടെ ഇവിടേക്ക് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. ഇന്നലെ പാറക്കുഴി 2 പാറക്കുഴി ഇന്നലെ ഇന്നും പാറക്കുഴി ഒറ്റയ്ക്കാണ് ഇവിടെ വാടകയ്ക്ക്. ഏതെന്താ ജോലി? ഞാൻ ഗൾഫിലായിരുന്നു, നേരത്തെ ഗൾഫിലായിരുന്നു. പിന്നെ ഫാമിലിയായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. ഡൈവോഴ്സൊക്കെ പറയുന്നത് ഒറ്റയ്ക്ക് താമസമുണ്ട്. സാമ്പത്തികമായ രീതിയിൽ സാമ്പത്തികമൊക്കെ ഭദ്രതയാണ്. ഭദ്രമാണ്. ബാങ്ക് ബാലൻസ് ഒക്കെ 5-ാം തീയതി മുതലാണ് ഈ പണി കാണാറുള്ളത്. അപ്പോൾ തൊട്ടടുത്താണ്. ഇപ്പോൾ ഈ കിടക്കുന്ന കിണറിനോട് തൊട്ട് താഴെയാണ് വാടകയ്ക്ക് താമസിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ കുടുംബമെല്ലാം ഭാര്യയും മക്കളുമെല്ലാം കുരിക്കലാണ് താമസം. അപ്പോൾ 25-ാം തീയതി മുതൽ രാവിലെ ആണ് കക്ഷി കാണാനില്ല എന്ന് അറിയിച്ചിട്ടുള്ളത്. പോലീസിലത്തെ ഉദ്യോഗസ്ഥരെല്ലാം ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മുടെ ആ പാറക്കുഴി അവിടെ കൃത്യമായി പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കാണുമെന്നുള്ള ധാരണയാണ് നോക്കിയത്. പക്ഷേ ഇന്ന് കൈതക്കോട് വേറൊരു പയ്യനെ ഇതുപോലെ കാണാതായി. അപ്പോൾ ഇന്ന് അവിടെ അയാളുടെ കിണറ്റിൽ തന്നെ ചത്തി കിടക്കുന്നതായി അറിയാൻ കഴിയും. അതിനുശേഷമാണ് ആരൊക്കെയോ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ കിണർ പരിശോധനയൊക്കെ പോയെന്നാണ് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും അയാൾ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ബാക്കി നടപടിയിലേക്ക് പോലീസ് നീങ്ങുകയാണ്.